എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തപ്പെടുന്ന സ്നേഹസംഗമത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ച 187 സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദർശന സർവീസ് സൊസൈറ്റിയാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ ആരാധനാമഠം പാലക്കാട് പ്രൊവിൻസ് റവറൻഡ് സി റോസി SABS, ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI, അമല മെഡിക്കൽ കോളേജ് തൃശൂർ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡോക്ടർ ദിവ്യ P. പ്രദീപ്, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ ശ്രീ ചാക്കപ്പൻ വെളിയത്ത്. അവതരണം കുമാരി സിബിസ് ഊന്നി. ആദ്യം നമ്മൾ പ്രാർത്ഥനാഗാനത്തിന് വേണ്ടി കുമാരി സക്കീന കോഴിക്കോടിനെ ക്ഷണിക്കുന്നു. എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ അമ്മേ നീ ഭയമല്ല. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ ഭയമല്ല. അമ്മേ നീ ഭയമല്ല. കൈവടിയരുതേ കന്യാമറിയമേ, കനവിൻ കേദാരമേ. അമ്മേ കനവിൻ കേദാരമേ. ജീവന്റെ തെളിച്ചം. ഹലോ, അമ്മേ നീ ഭയമല്ലേ. എന്റെ ഹൃദയം തളരും തീരും, എനിക്കു താങ്ങാൻ നിൽക്കണമേ. എന്റെ തളരും തീരും, എനിക്കു താങ്ങായി നിൽക്കണമേ. നിന്റെ ദയതൻ കൽപ്പടവിൽ നീ എന്നെ ഇരുത്തേണമേ. അമ്മേ കനവിൻ കേദാരമേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്റെ ഭയമല്ല. അമ്മേ നീ എന്റെ ഭയമല്ല. അപമാനത്തിൽ അഗ്നിയിലേറി ദാസനല്ലോ ഞാൻ. അപമാനത്തിൽ അഗ്നിയിലേറി ദാസനല്ലോ ഞാൻ. ഈശ്വര പഞ്ചരം വെടിയാൻ കഴിയൂ യേശു മാതാവേ. അമ്മേ കനവിൻ കേദാരമേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്നെ ഭയമല്ല. അമ്മേ നീ എന്നെ ഭയമല്ലേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്നെ ഭയമല്ല. അമ്മേ നീ എന്നെ ഭയമല്ലേ. താങ്ക് യു. താങ്ക് യു സക്കീന. നല്ലൊരു പ്രാർത്ഥനാഗാനം ആലപിച്ചതിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ സ്വാഗതം പറയുന്നതിന് വേണ്ടി കുമാരി സിമിൽ സെബാസ്റ്റിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സിമിൽ, കേക്കാവോ? കേൾക്കാം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തി വരുന്ന സ്നേഹസംഗമത്തിന്റെ 187ാമത് സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി അധ്യക്ഷ പദവി
അലങ്കരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റെവറൻഡ് ഫാദർ സോളമൻ കളമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ദർശന ക്ലബിന്റെ പേരിലും എന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയ പാലക്കാട് ആരാധന മഠം പ്രൊവിൻസ് റെവറൻഡ് സിസ്റ്റർ റോസി SABS സിസ്റ്ററിന് ദർശന ക്ലബിന്റെ പേരിലും എന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന അമല മെഡിക്കൽ കോളേജ് തൃശൂർ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ ദിവ്യ P പ്രദീപിനെ മാമിനെ ദർശന ക്ലബിന്റെ പേരിൽ എന്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ആശംസ പറയാൻ എത്തിച്ചേർന്ന കൊരട്ടി ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ ശ്രീ ചാക്കപ്പൻ വെളിയത്ത് സാറിനും ദർശന ക്ലബിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ദർശന സർവീസ് സൊസൈറ്റി PRO ശ്രീ പിയൂസ് കോട്ടപ്പുറത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമം അവതരണം ചെയ്യുന്ന കുമാരി സിബി വർഗീസിനും പ്രാർത്ഥനാഗാനം ആലപിച്ച കുമാരി സക്കീന കോഴിക്കോടിനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ ജോസ് കൊരട്ടിക്കും നന്ദി പറയാൻ എത്തിയിരിക്കുന്ന കുമാരി സോഫി മുത്തിനും എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും ദർശന ക്ലബിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു സിമിൽ. താങ്ക് യു. നമ്മുടെ ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയും റിപ്പോർട്ട് വായിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ശ്രീ ജോസ് കൊരട്ടിയെ ക്ഷണിച്ചു വരുന്നു. ജോസേട്ടാ. കേൾക്കാലോ? കേൾക്കാം ജോസേട്ടാ, കേൾക്കാം. നമുക്ക് അറിയിപ്പ് പറയാനുള്ളത്, ജീനി സെബാസ്റ്റ്യൻ അങ്കമാലി ജന്മദിനമുണ്ട്. ജെസ്സി ജന്മദിനമുണ്ട്. ഫെബ്രുവരി 28-ാം തീയതി നടക്കുന്ന കലാവിരുന്നിലേക്ക് പരിപാടി അവതരിപ്പിക്കാനായിട്ട് നമുക്ക് ആൾക്കാരൊക്കെ കുറവുണ്ട്. പരിപാടി പങ്കെടുക്കുക. എല്ലാവരും പേര് കൊടുക്കുക. പങ്കെന്നൊരു പ്രോഗ്രാം ഉണ്ട്. 1.5 മാസക്കാലം ഭക്ഷണം, താമസം, എല്ലാ സൗകര്യവും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതിലേക്ക് ഒരു 10 പേര് കൂടി നമുക്ക് കിട്ടാനുണ്ട്. അവരും പേര് കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത് പരിപാടി വിജയിപ്പിക്കുക. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19-ാം തീയതി ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ, മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപ്പരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപ്പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപ്പരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപ്പരിമിതരുടെ ശിങ്കാരിമേളം ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപ്പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപ്പരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കാനും വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു.
ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. ഏതെങ്കിലും തരത്തിൽ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാൻ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 9,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായ ഉന്നമനത്തിന് വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത്ലറ്റ് മീറ്റും വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുടെയായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയമുള്ളവരെ, 4/1/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 186ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഈ ആഴ്ച സ്നേഹസംഗമം നടത്തിയത് ദർശന ഗ്ലോറിയ ഗ്രൂപ്പ്. അവതരണം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ. പ്രാർത്ഥന ശ്രീ ശശി പൂതുരുത്തി. സ്വാഗതം ശ്രീ ജെയ്സൺ കൊരട്ടി. റിപ്പോർട്ട് അവതരണം കുമാരി ലീന MJ നാട്ടിക. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷൻ സ്നേഹം നിറഞ്ഞ ഇന്നത്തെ വിശിഷ്ട വ്യക്തികൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ ആദ്യ സ്നേഹസംഗമം. ഈ വർഷവും ഇനിയും ഈ സ്നേഹസംഗമം തുടർന്നു കൊണ്ടുപോകുവാൻ ഇടവരട്ടെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസ് ജോയിന്റ് ഡയറക്ടർ റവറൻ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ CMI അച്ഛനായിരുന്നു. സ്നേഹം നിറഞ്ഞ സോളമൻ അച്ഛ, അഡ്വക്കേറ്റ് സജീവ്, ഡോക്ടർ സജീന, മറ്റുള്ളവരെ ഈ സ്നേഹസംഘം 186ാമത്തെ എത്ര ഭംഗിയായിട്ടാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. അച്ഛനെയും ഭാരവാഹികളെയും അഭിനന്ദിക്കുന്നു. പരസ്പര വിശ്വാസപൂർവകങ്ങളായി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ഒരുക്കിയ ക്രിസ്മസ് നമ്മുടെ നാട്ടിൽ മത്സര വിജയികൾ: ഫസ്റ്റ് ജെയ്സൺ കൊരട്ടി, സെക്കൻഡ് സീമ N തോമസ്, തേർഡ് ഷാലി വെങ്ങിണിശ്ശേരി. പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. മുഖ്യ അതിഥിയായി വന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ അഡ്വക്കേറ്റ് ശ്രീ സജീവ് ജോസഫ് സാറായിരുന്നു. ഈ സംഘടനയെ കുറിച്ച് വളരെ അഭിമാനം തോന്നുന്നു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കാൻ സഹകരിക്കുന്ന എല്ലാ സാരഥികളെയും അഭിനന്ദിക്കുന്നു. എന്നെ വിളിച്ചത് നന്ദി പറയുന്നതോടൊപ്പം ന്യൂ ഇയർ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. വിശിഷ്ടാതിഥിയായി വന്നത് തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ അജീന മാഡമായിരുന്നു. പീസ് ഹോമിൽ ലില്ലി ചേച്ചിയുടെ ജന്മദിനാഘോഷത്തിൽ വന്നപ്പോഴാണ് ദർശനെ കൂടുതൽ അറിയുന്നത്. ഞാൻ ഇതിലും പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അവിടെ വെച്ചാണ് എല്ലാവരും ആനന്ദിക്കുന്നത് ഞാൻ ആദ്യം കാണുന്നത്. ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമായേനെ എന്ന് എനിക്കും തോന്നി. വളരെ ആനന്ദം തോന്നിയിരുന്നു. നിമിഷമായിരുന്നു അത്. എല്ലാവർക്കും ആവശ്യമായ ഒന്നാണ് വൈറ്റമിൻ ഡി. എല്ലാ കാൽസ്യവും, എല്ലിനെ കാൽസ്യം ആവശ്യമായതുപോലെ വിറ്റമിൻ ഡി ആവശ്യമാണ്. മാനസിക ആരോഗ്യത്തിനും വൈറ്റമിൻ ഡി ആവശ്യമാണ്. രോഗപ്രതിരോധ ശേഷിക്കും മുട്ട, പാൽ, ഇറച്ചി ഇവയിലൂടെ ലഭിക്കുന്നു. ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. യോഗാവസാനം നന്ദി പറഞ്ഞത് കുമാരി LC പഴുവിൽ. യോഗം അവസാനിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി യോഗ സമക്ഷം സമർപ്പിക്കുന്നു. ലീഡർ. റിപ്പോർട്ട് പാസ്സാക്കാം. പിന്നെ നമ്മുടെ ഈ 187ാം സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് പാലക്കാട് ആരാധനാ മഠം പ്രൊവിൻസ് റവറൻ റോസി SABS ആണ്. സിസ്റ്റർ റവറൻ റോസി സിസ്റ്ററിനെ ഏറ്റവും ആദരപൂർവ്വം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ദർശന സംഘത്തിന്റെ മക്കളെ, ഈ വചനത്തിൽ പറയുന്നത് പോലെ ഈ എളിയവർക്ക് ചെയ്തപ്പോഴെല്ലാം ദൈവത്തിന് തന്നെയാണ് ചെയ്തത് എന്നുള്ള വലിയ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട്, ദൈവത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന മഹനീയമായ
പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. റിപ്പോർട്ടിലൊക്കെ വായിച്ചു കേട്ടു, സ്വാഗതത്തിൽ കേട്ടു. ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളും വളരെയധികം നന്മ തൂകുന്നതായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ മീറ്റിംഗ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ജോസ് സാറാണ് എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ചത്. പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും നന്മ ആശംസിച്ചുകൊണ്ടും മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നു. ശരി, നന്ദി. താങ്ക് യു സിസ്റ്റർ. നമുക്ക് ഇനി നമ്മുടെ 187 സ്നേഹസംഗമത്തിന് ആശംസകൾ അർപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് മെമ്പർ ശ്രീ ചാക്കപ്പൻ വെളിയത്താണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ദർശന ക്ലബ്ബ് ഡയറക്ടറും അതേപോലെ തന്നെ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിലച്ച, മറ്റു ക്ലബ്ബ് മെമ്പേഴ്സ്, അതേപോലെ തന്നെ മറ്റു ഭാരവാഹികള്, ഏറെ സന്തോഷമുണ്ട് എന്നെ ഈ യോഗത്തിലേക്ക് നിങ്ങൾ ക്ഷണിച്ചതില്. കാരണം ഇങ്ങനൊരു സംഗമം ഞാൻ ആദ്യമായിട്ടാണ് ജോസേട്ടൻ നിങ്ങളുടെ റിപ്പോർട്ട് വായിച്ച സെക്രട്ടറി പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് തന്നെ. അതായത് എല്ലാ ശനിയാഴ്ചകളിലും ഇങ്ങനെ സ്നേഹസംഗമം നിങ്ങൾ സംഘടിപ്പിച്ചെന്നുള്ളതിൽ എനിക്ക് വളരെ അതിയായ സ്നേഹവും നിങ്ങളോട് അതിൻ്റെ ബഹുമാനവും ഞാൻ നിങ്ങളെ ആദ്യം തന്നെ രേഖപ്പെടുത്താണ്. അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെയും അതേപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും എല്ലാ വ്യക്തികളുടെയും ക്ഷേമത്തിനു വേണ്ടി വളരെയധികം പ്രവർത്തിക്കുന്ന നമ്മുടെ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിലച്ചന് കൊരട്ടിമുത്തിയുടെ നാമത്തിൽ എല്ലാവിധ ആശംസകളും അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനും എല്ലാവിധ ആശംസകളും. പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കട്ടെ, അസുഖങ്ങൾ കുറയട്ടെ, അതേപോലെ തന്നെ പൂർണ്ണ ആരോഗ്യ ആൾക്കാരായിട്ട് ഇരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്താം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഇന്നത്തെ 187 സ്നേഹസംഗമത്തില് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് തൃശൂർ അമല മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി വിഭാഗം മെഡിസിൻ ഡോക്ടർ ദിവ്യ പി പ്രദീപാണ്. ഡോക്ടർ നമ്മളോട് വേനൽക്കാല രോഗങ്ങളും വെള്ളത്തിൽ കൂടി പകരുന്ന രോഗങ്ങളും ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഡോക്ടറിന്റെ അറിവുകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനോട് ചോദിക്കാം. ഇപ്പം വേനൽക്കാലമൊക്കെ വരികയാണ്, അപ്പം അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണല്ലോ. അപ്പം നമ്മൾ ഡോക്ടർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അസുഖങ്ങളെയൊക്കെ നമുക്ക് കഴിയുന്ന വിധത്തിൽ ഒഴിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അപ്പം ഡോക്ടറിനെ ഏറ്റവും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട് ഡോക്ടറെ, കേൾക്കുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ പി പ്രദീപ്. ഞാൻ അമല മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ PG വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേനൽക്കാല രോഗങ്ങളും വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗങ്ങളെ കുറിച്ചാണ്. ഇതിൽ കുറച്ച് ഞാൻ ആദ്യം ഇതിന്റെയൊക്കെ പേരുകൾ പറഞ്ഞുതരാം. ഒന്ന് ആസ്മ, പനി, കഫക്കെട്ട്, അതേമാതിരി 5-ാം പനി, മുണ്ടിനീര്, ചിക്കൻ പോക്സ്, ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജക്റ്റിവൈറ്റിസ്, സൂര്യാഘാതം, സൂര്യാതാപം, ഭക്ഷ്യവിഷബാധ, അതേമാതിരി അതിൽ വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് A, ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, അലർജി, തലവേദന, മൂത്രത്തിൽ പഴുപ്പ്, കിഡ്നി സ്റ്റോൺ, ഇവയൊക്കെയാണ് സാധാരണ വേനൽക്കാല സമയത്ത് കണ്ടുവരുന്ന രോഗങ്ങൾ. പിന്നെ ഈ ഫംഗൽ അണുബാധകളൊക്കെ. ആസ്മ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളൊക്കെ കൂടുന്നത് കാരണം, അന്തരീക്ഷ മലിനീകരണം കാരണമൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പൊ എങ്ങനെയാ നമ്മൾ ഇത് പ്രിവെന്റ് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ മാസ്ക് ധരിക്കുക. ആസ്മ വരാൻ ചാൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ മാസ്ക് ധരിക്കുക, നല്ല പോഷകം നിറഞ്ഞ ആഹാരങ്ങൾ കഴിക്കുക, ആവി പിടിക്കുക, കഫക്കെട്ട് വരാതിരിക്കാൻ നോക്കുക. ആണെങ്കിൽ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വേഗം തന്നെ അടുത്തുള്ള ഡോക്ടറെ കാണാൻ പോവുക. അതേമാതിരി വൈറൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻ അതും വായു കൂടെ പടരുന്നതായതുകൊണ്ട് തന്നെ ഈ ആൾക്കാർക്ക് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പനി, ചുമ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, അതേമാതിരി കണ്ണിലൊക്കെ റെഡ് കളറാവുക, അതൊക്കെയാണ്. ഇതും ഇങ്ങനത്തെ എല്ലാ അസുഖങ്ങളും ഈ
നമ്മളെ ശ്വാസം ന്യൂമോണിയ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കൂടി വരാറുണ്ട്. പനിയാണെങ്കിലും പനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ നമ്മുടെ വേനൽക്കാലത്ത് നമ്മൾ തല ശരിക്കും തോർത്താതെ ഒക്കെ ചെന്നിട്ട് വെയിലത്ത് ഇരിക്കുക, അല്ലെങ്കിൽ തല വല്ലാണ്ട് വിയർക്കുമ്പോഴൊക്കെ നീരിറങ്ങി നമുക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ഇതൊക്കെ ഒന്ന് എന്താ പറയാ നന്നായി തലയ്ക്ക് തോർത്തുക, അതേമാതിരി എന്തെങ്കിലും അസുഖം ഉണ്ടാവുക അല്ലെങ്കിൽ മാസ്ക് ഒക്കെ ധരിക്കുക, എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഡോക്ടർക്ക് കാണിക്കാൻ നോക്കുക. അതേമാതിരി ചിക്കൻ പോക്സും ഈ വേനൽക്കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ്. പ്രത്യേകിച്ച് കുട്ടികളിലും സ്കൂളിൽ പോകുന്ന കുട്ടികളിലൊക്കെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് മനസ്സിലാക്കാന്ന് വെച്ചാൽ ശരീരത്തിൽ കുമിളകൾ പോലെ പൊന്തി വരിക, പനി, മേൽവേദന, ക്ഷീണം, ഇതൊക്കെയാണ് കുട്ടികളിലും അല്ലെങ്കിൽ ഈ രോഗലക്ഷണങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. രോഗികള് ഇതൊരു പകർച്ചവ്യാധി ആയതുകൊണ്ട് തന്നെ ഈ രോഗികളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കേണ്ടതാണ്. അതേപോലെയാണ് നമ്മുടെ ചെങ്കണ്ണം എന്ന് പറഞ്ഞാൽ ഈ പൊടികളും ഈ സ്മോക്കും ഒക്കെ കാരണം നമ്മളുടെ കണ്ണുകൾ ഈ കാലാവസ്ഥയ്ക്ക് കാരണം ഡ്രൈ ആവുന്ന കാരണം വരുന്നതാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ കണ്ണ് ചുവക്കുക, കണ്ണിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം വരിക, പീള കെട്ടുക, കണ്ണ് വേദന, ഇതൊക്കെ ചെങ്കണ്ണിന്റെ ലക്ഷണങ്ങളാണ്. എങ്ങനെയാണ് വരാണ്ട് നോക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? കണ്ണ് അധികം തിരുമ്പാതിരിക്കുക, വല്ലാണ്ട് വൈപ്പ് ചെയ്യാണ്ടിരിക്കുക. അതേമാതിരി കണ്ണിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കണ്ണിൽ വന്നിട്ടില്ലെങ്കിൽ അത് മറ്റേ കണ്ണിൽ തൊടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം മറ്റു ആൾക്കാർ തൊടുന്നതിന് മുമ്പൊക്കെ നമ്മൾ കൈ സോപ്പ് വെച്ചിട്ട് നന്നായി കഴുകുക. പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ച് കൃത്യമായിട്ടുള്ള ചികിത്സ നേടുക. അതേമാതിരി തന്നെ വളരെ ചർമ്മരോഗങ്ങളും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സമയമാണ് ഈ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ. വരണ്ട ചർമ്മം, ചൂടുകുരു, അങ്ങനെ ഫംഗൽ അണുബാധകളൊക്കെ കാണാറുണ്ട്. ഈ ചൂടുകുരു അല്ലെങ്കിൽ ഈ വരണ്ട ശരീരത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഒക്കെ തേക്കുക. അതേമാതിരി നമ്മൾ സൺസ്ക്രീൻ തേക്കുക, അറ്റ്ലീസ്റ്റ് ഒരു SPF 30 ഒക്കെ ഉള്ള ഒരു സൺസ്ക്രീൻ തേക്കണം. അതേമാതിരി ഫംഗൽ അണുബാധ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഡ്രസ്സ് വെയിലത്തിട്ട് ഉണക്കിയ ഡ്രസ്സൊക്കെ ഇടുക. വല്ലാണ്ട് നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാർ, നല്ലോണം വേർക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും ഇടുക്കുകളിലും കഴുത്ത് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയായി സൂക്ഷിക്കാൻ നോക്കുക. പിന്നെ വരുന്ന അടുത്ത അസുഖം എന്ന് പറഞ്ഞാൽ ഈ സൂര്യാതാപം ഒക്കെയാണ്. അത് അന്തരീക്ഷത്തിന്റെ ടെമ്പറേച്ചർ അല്ലാണ്ട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനും ബോഡിക്കും ആ ഒരു നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവുകയും അതൊരു അളവിൽ കൂടുതൽ പനീന്റെയൊക്കെ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലാവുമ്പോഴാണ് നമുക്ക് സൂര്യാഘാതം ഒക്കെ ഏറ്റവും പറയാൻ പറ്റും. സൂര്യാഘാതത്തിന്റെ കാഠിന്യം സൂര്യാഘാതത്തിന്റെ ഒക്കെ കാഠിന്യം കുറഞ്ഞ ഒരു അവസ്ഥയിലാണ് സൂര്യാതാപം എന്ന് വിളിക്കുന്നത്. അപ്പൊ കനത്ത ചൂടാണല്ലോ. ഈ കനത്ത ചൂടിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് വെള്ളം കുടിക്കും. ഒരു 2-3 മണിക്കൂറിന്റെ ഇടയിൽ നമ്മൾ ഒരു 2 ഗ്ലാസ് 3 ഗ്ലാസ് വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം. ഒരു ദിവസത്തിൽ നമ്മൾ മിനിമം 12 ഗ്ലാസോളം വെള്ളം, അല്ലെങ്കിൽ 2 to 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. പിന്നെ നമ്മൾ വല്ലാണ്ട് വിയർക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പിട്ട നാരങ്ങ വെള്ളം അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. അതേമാതിരി വല്ലാണ്ട് വെയിലത്തേക്ക് ഇറങ്ങാണ്ട് നോക്കുക. പ്രത്യേകിച്ച് പുറത്ത് വെയിലത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു 12 മണി തൊട്ട് 4 മണി വരെയുള്ള സമയങ്ങളിൽ അധികം വെയിലത്ത് ഇറങ്ങാതെ ജോലി ചെയ്യുക. പോരാഞ്ഞ് നമ്മൾ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വല്ല തണലത്തോ അല്ലെങ്കിൽ വീട്ടിനകത്തോ ഒക്കെ നിൽക്കുക. അതേമാതിരി വീട്ടിനകത്ത് നിൽക്കുമ്പോഴും ഭയങ്കര ഈ നമ്മളുടെ ആസ്പെറ്റോസ് ഒക്കെയാണ് നമ്മളുടെ മേൽക്കൂര എങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജനാലകളൊക്കെ തുറന്ന് ഇട്ട് വെച്ചിരിക്കുക. കാരണം ആ ചൂട് ഉള്ളിൽ തിങ്ങി നിറയാണ്ടിരിക്കാൻ. ഇനി ഒരാൾക്ക് സൂര്യാഘാതം ഏറ്റു എങ്ങനെയാ നമുക്ക് മനസ്സിലാവുക വെച്ചാൽ അവരുടെ ശരീര താപനില സാധാരണത്തേക്കാളും ഉയർന്ന ടെമ്പറേച്ചറിലായിരിക്കും ഉണ്ടാവുക. അതേമാതിരി ശക്തിയായ തലവേദന, ശക്തിയായ ക്ഷീണം, തലക്കറക്കം, ഓക്കാനം, ഛർദി ഇവയൊക്കെ കാണാം. അതല്ലാണ്ട് വല്ലാണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ അബോധാവസ്ഥയിലേക്കും പെരുമാറ്റ വ്യതിയാനങ്ങളൊക്കെ കാണിക്കാനും സാധ്യതയുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരാളെ നമ്മളുടെ കൈ കിട്ടി, നമ്മളുടെ കൂടെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആൾക്ക് നന്നായിട്ട് തണുത്ത വെള്ളം കൊണ്ട് തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തണുത്ത കാറ്റുകൾ അടുപ്പിക്കുക ശരീരത്തിൽ. അതേമാതിരി ഐസ് പാക്കുകൾ വെക്കാം.
തണുത്ത വെള്ളം കുടിക്കാനൊക്കെ കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ നന്നായി ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ ഇതൊന്ന് ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് SPF 30 ഒക്കെ ഉള്ള ഒരു സൺസ്ക്രീൻ ഇടുക, ക്യാപ്പ് വെക്കുക, വെയിലത്ത് ഇറങ്ങുമ്പോൾ ക്യാപ്പ് വെക്കുക, അല്ലെങ്കിൽ കുട ചൂടുക, അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. ഈ ചായ, അങ്ങനത്തെ കോഫി അതൊക്കെ ഒഴിവാക്കുക, ആൽക്കഹോളൊക്കെ ഒഴിവാക്കിയിട്ട് കൂടുതലായിട്ട് നല്ല വെള്ളം, അല്ലെങ്കിൽ നല്ലോണം വെള്ളത്തിന്റെ ജലാംശമുള്ള കൂടുതലുള്ള ഫ്രൂട്ട്സുകളൊക്കെ, ലൈക്ക് നമ്മുടെ വാട്ടർമെലൺ, നമ്മുടെ തണ്ണിമത്തൻ, അങ്ങനത്തെ പഴങ്ങളൊക്കെ, മാങ്ങയൊക്കെ, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ കുക്കുംബർ, നമ്മുടെ കക്കരിക്ക എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കാൻ നോക്കാം. ഇനി ഭക്ഷ്യവിഷബാധ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ, വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗങ്ങൾ മാലിന്യജലങ്ങളിലൂടെ വരുന്ന രോഗങ്ങളാണ് ഈ കോളറ, അമീബിക് ഡിസെൻട്രി, ഇക്കോളായി പരത്തുന്ന വയറിളക്കം, ഹെപ്പറ്റൈറ്റിസ് എ, എലിപ്പനി, പോളിയോ, ഇതൊക്കെ. ഈ വൃത്തിഹീനത കൊണ്ടും വെള്ളത്തിൽ കൂടെയുള്ള രോഗങ്ങൾ വരും. എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും കുളിക്കാതൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്കേബിസ് പോലത്തെ, അതേമാതിരി പെയിന്, ചെങ്കണ്ണ്, ഇതൊക്കെ വൃത്തിഹീനതയിലൂടെ നമുക്ക് വരാം. വിരകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളും വെള്ളത്തിൽ കൂടെ തന്നെയാണ് വരുന്നത്. ലൈക്ക് ഒച്ചുപനി എന്ന് പറയും, ഷിസ്റ്റോസോമിയാസിസ്, ഗിനിയ വിര രോഗം, അതേമാതിരി നമുക്ക് കുക്കപ്പുഴു രോഗം, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ സാധാരണ പറയുന്ന ഈ വരയൊക്കെ. പിന്നെ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളും വെള്ളത്തിൽ കൂടെയാണ്. അവരവിടെയാണല്ലോ മുട്ടയിടുന്നത്. അതേമാതിരി ഈച്ചകൾ പരത്തുന്ന രോഗങ്ങളൊക്കെ അവര് ഓടകളിലൊക്കെ മുട്ടയിടുന്ന കാരണം അങ്ങനെയും രോഗങ്ങൾ വരും. കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ എല്ലാവർക്കും അറിയാലോ, ഡെങ്കു, മലേറിയ, മണ്ട് രോഗങ്ങളൊക്കെ ഈച്ച പരത്തുന്നതാണ് കൂടുതൽ. ഇങ്ങനെ വയറിളക്കം, അങ്ങനത്തെ കോളറ, ടൈഫോയിഡ് പോലത്തെ രോഗങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകും. അപ്പൊ ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നന്നായിട്ട് വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ നോക്കുക. അതേമാതിരി നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പ്, ഭക്ഷണം പാചകം കഴിക്കുന്നതിന് മുമ്പൊക്കെ സോപ്പിട്ട് നന്നായിട്ട് കൈയൊക്കെ കഴുകുക. അതേമാതിരി പാത്രങ്ങളും നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കുക. അതേമാതിരി നമ്മൾ ഭക്ഷണങ്ങൾ ഈ ചൂടായിട്ടുള്ള ഈ ഒരു ക്ലൈമറ്റിൽ അധികം നേരം പുറത്ത് വെക്കാണ്ടിരിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തുണ്ടെങ്കിലും അത് അടച്ചു വെക്കുക, ഫുഡൊക്കെ അടിച്ചു വെക്കുക ഒക്കെ ചെയ്യണം. നമ്മൾ ഈ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ, ഈ വയറിളക്കം, പനി, ഛർദി, തലവേദന, വയറുവേദന, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലത്തെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വയം ചികിത്സ ഒഴിവാക്കാൻ നോക്കുക. ഒരു ഡോക്ടറെ കാണിച്ച് അതിന് ഉള്ള ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ് തലവേദന. ഈ ചൂട് കാരണവും പോരാനും നമ്മളുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം കുറയുന്നത് കാരണവും നമുക്ക് തലവേദനകൾ കൂടുതലായിട്ട് കാണാറുണ്ട് ഈ ചൂടുകാലത്ത്. അതേമാതിരി തന്നെയാണ് മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ കല്ലൊക്കെ. നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാണ്ടിരിക്കുന്നതുകൊണ്ടൊക്കെയാണ് ഇവ കാണുന്നത്. അപ്പൊ നന്നായി നമ്മൾ വെള്ളം കുടിക്കണം. കാര്യമായിട്ട് നമ്മൾ ഒരു വേനൽക്കാല രോഗം അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ പടരുന്ന രോഗങ്ങളിലൊക്കെ കാര്യമായി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചൂടാക്കി വെള്ളം കുടിക്കുക. അതേമാതിരി നല്ലോണം പോഷകങ്ങളുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. ജലാംശം കൂടുതലുള്ള ഫ്രൂട്ട്സ്, നമ്മളുടെ തണ്ണിമത്തൻ, അങ്ങനത്തെ ജലാംശം കൂടിയ ഫ്രൂട്ട്സുകൾ, അല്ലെങ്കിൽ നമ്മുടെ കുക്കുംബർ, അതൊക്കെ കഴിക്കാൻ നോക്കുക. അതേമാതിരി നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോഴും കൊട കരുതുക, അല്ലെങ്കിൽ ക്യാപ്പ്. കൊടയൊന്നും എടുക്കാത്തവരാണെങ്കിൽ ഒരു തൊപ്പിയോ ഒക്കെ കരുതുക. അതേമാതിരി സ്കിന്നിലുള്ള അസുഖങ്ങൾ, ഈ സൂര്യാഘാതമൊക്കെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ മുതലായവളൊക്കെ യൂസ് ചെയ്യുക. ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് തോന്നുന്നു ഈ വേനൽക്കാലത്ത് എല്ലാവർക്കും പെട്ടെന്ന് വരുന്നൊരു ചൂടത്തൊക്കെ പുറത്തു പോയിട്ടൊക്കെ വരുമ്പോൾ തണുത്ത വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഫ്രിഡ്ജിലൊക്കെ ഉള്ള തണുത്ത വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എല്ലാരും ചൂട് കുറയാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതി. അത് നമ്മള് ഫ്രിഡ്ജിലൊക്കെ നമ്മൾ വെക്കുന്ന ഫുഡുകൾ നമ്മൾ അത് പഴുകാണ്ട് ഒക്കെ നോക്കണം. അതേമാതിരി തന്നെയാണ് വെള്ളം നമ്മൾ തണുത്ത വെള്ളം തണുപ്പിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് തിളപ്പിച്ചതിന് ശേഷം, ചൂടാക്കിയതിന് നല്ല കുമിളകളൊക്കെ വന്ന് തിളച്ച വെള്ളം
ചൂടാറിയതിനു ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ കുടിക്കാം. അല്ലാണ്ട് നേരെ പച്ചവെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് കോളറ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വെള്ളത്തിൽ കൂടെ പകരുന്ന അസുഖങ്ങൾ, ടൈഫോയിഡ് ഒക്കെ വരാണ്ടിരിക്കാനും ഈവൻ നമ്മുടെ എലിപ്പനിയൊക്കെ വരാണ്ടിരിക്കാനൊക്കെ നമ്മൾക്ക് അതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ എല്ലാരും പുറത്തുനിന്നൊക്കെയുള്ള ഈ വെള്ളം ജ്യൂസ് ഒക്കെ വാങ്ങിച്ച് ചൂടുകാലത്ത് ഒരുപാട് കുടിക്കുന്നു. അത് എത്രത്തോളം നല്ലതായിരിക്കും? നമ്മള് പൊതുവെ നമ്മൾ ഈ ഒരു സമയത്ത് പുറത്തുനിന്ന് ജ്യൂസുകളൊക്കെ കുടിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് വെള്ളത്തിന്റെ അംശം കൂടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ജ്യൂസ് ഒക്കെ അടിച്ചു കുടിക്കാം. ഓറഞ്ചും അതൊക്കെ ലൈമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം നമുക്കറിയില്ല അവര് നല്ല വെള്ളമാണോ ഓടയിലെ വെള്ളമാണോ എടുക്കുന്നത്, അതോ അവര് എന്തായാലും അവർ തിളപ്പിക്കാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് അവർ പ്യൂരിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ ബെറ്റർ നമ്മള് പുറത്തുനിന്ന് ഉള്ള ഇങ്ങനത്തെ ജ്യൂസും അങ്ങനത്തെ സാധനങ്ങളൊന്നും കുടിക്കാണ്ടിരിക്കാണ്. കാരണം ഈ ഒരു ഇടയ്ക്കായിട്ട് ഭയങ്കരമായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ തന്നെ 6000 ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ വല്ലാണ്ട് കൂടി വരികയാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ പുറത്തുനിന്നുള്ള ജ്യൂസ്, വെള്ളം, അങ്ങനത്തെ സാധനങ്ങൾ, തണുത്ത വെള്ളം, ഇവൻ സംഭാരമൊക്കെ പുറത്തുനിന്ന് അവര് എന്ത് വെള്ളം യൂസ് ചെയ്യുന്നതെന്ന് അറിയാത്ത കാരണം ബെറ്റർ നമ്മൾ കഴിക്കാണ്ടിരിക്കുക. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. മാഡം ഒരു സംശയം. ഇപ്പൊ ഞാനൊരു മറ്റേ കിഡ്നി സ്റ്റോണിന്റെ ഒരു പ്രശ്നത്തിലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഒരു 16 mm വലുപ്പമുള്ള കല്ല് സ്റ്റോണിലുണ്ട്, ഓപ്പറേഷൻ വേണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ നമുക്കത് അലിയിച്ച് കളയാൻ എന്തെങ്കിലും അറിവുണ്ടാവുമോ? ഈ കിഡ്നി സ്റ്റോണിന്റെ കല്ല് നമ്മളൊരു 10 മില്ലിമീറ്റർ 10 mm ഉള്ള കല്ലുകള്, അതിന്റെ താഴോട്ടുള്ള കല്ല് 10 mm ചെറിയ കല്ലുകള് തന്നെ പോകുന്നുള്ള രീതിക്കാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ 16 ആണല്ലോ പറഞ്ഞത്. അത് പൊടിച്ച് തന്നെ കളയേണ്ടി വരും. അതിന് പ്രത്യേകിച്ച് മരുന്നില്ല. മരുന്ന് കുടിച്ചിട്ട് നമുക്ക് കല്ല് കളയാൻ കഴിയില്ല. പിന്നെ കല്ലുകൾ തന്നെ, മൂത്രക്കല്ലുകൾ തന്നെ പല രീതിയിലുണ്ട്. ഓരോ കല്ലുകൾക്കും വ്യത്യാസമുണ്ട്. അപ്പൊ എങ്ങനത്തെ കല്ലാണ്, അത് എങ്ങനെയാണ് കിഡ്നിയിൽ കിടക്കുന്നത്, അതൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് മരുന്ന് കഴിച്ചിട്ട് ആ ഒരു വലുപ്പത്തിലെ കല്ല് നമുക്ക് പോവില്ല. 16 മില്ലിമീറ്റർ ഉള്ള കല്ലൊന്നും പോവില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വേനൽക്കാല രോഗങ്ങളെ പറ്റിയൊക്കെ ഉള്ളൊരു നല്ലൊരു ക്ലാസ് ഡോക്ടർ എടുത്തു. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡോക്ടർ, തൈറോയിഡ് ഉള്ളവർക്ക് ഏതെല്ലാം ഭക്ഷണങ്ങള് കഴിക്കാൻ പാടും അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ല, അത് അങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരും. തൈറോയിഡ് ഉള്ളവർക്ക് നമ്മൾ പറയുന്നത് ഇപ്പം തൈറോയിഡ് എനിക്ക് ഇവിടെ ഒരു മുഴയാണ്, അത് അമലയില് ടെസ്റ്റ് ചെയ്ത് അപ്പൊ അത് കുഴപ്പമുള്ളതല്ല എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജില് കുത്തി ടെസ്റ്റ് ചെയ്തു, അപ്പം കുഴപ്പമില്ല. സ്കാൻ ചെയ്തപ്പോ ഇവിടുത്തെ നാഡികൾക്ക് ഒരു പിടിപ്പിന് ഇത്തിരി കുറവുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ വേറെ കുഴപ്പമില്ല മുഴയെന്ന് പറഞ്ഞത്. അത് വലുതാവുന്നൊന്നുമില്ല, സൈഡിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഈ മുഴ ചിലപ്പം നമ്മുടെ കഴുത്തിന്റെ രക്തക്കുഴലുകൾ പോകുന്നതിന്റെ സൈഡിലേക്കായിരിക്കും ചിലപ്പോൾ ഉള്ളത്. അതുകൊണ്ടായിരിക്കും വെടിപ്പ് കുറവ് എന്ന് പറഞ്ഞത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയാറുണ്ട് സാധാരണ കോളിഫ്ലവർ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കരുത്, ക്യാബേജ് ഒന്നും കഴിക്കരുത്. കാരണം അതിലുള്ള ചില അംശങ്ങൾ തൈറോയിഡ് അസുഖമുള്ളവർക്ക് പറ്റില്ല. പക്ഷെ നമ്മള് അത് അത്രയും അളവിൽ കഴിച്ചാലേ ഉള്ളൂ ആ പ്രശ്നങ്ങൾ ഉണ്ടാവുക. നമ്മള് ഉപ്പേരി ആ ഒരു രൂപത്തിലാണല്ലോ കഴിക്കുക, കുറച്ചല്ലേ കഴിക്കുകയുള്ളൂ. അപ്പൊ വലിയ പ്രശ്നമായി ഇല്ല എന്നാണ് ഇപ്പൊ പഠനങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് അങ്ങനെ വലിയ നിയന്ത്രണം വേണ്ട എന്നുള്ള രീതിക്ക് ഗുളികയൊന്നും കഴിക്കണില്ല. അപ്പൊ ഈ രക്തക്കുഴലിന്റെ അവിടെ ഇത് നിൽക്കുമ്പോ നമുക്ക് അതുകൊണ്ട് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എനിക്ക് മറവി കുറച്ച് കൂടുതലാണ്. തലചുറ്റൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, തലചുറ്റലും തലക്കറക്കം തലവേദന അങ്ങനെ ഒന്നുമില്ല. ഇല്ല. അപ്പൊ പിന്നെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് അത് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി.
ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്നും വേണ്ടാന്നല്ലേ പറഞ്ഞത്, ഓപ്പറേഷന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന്. അതൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് സംസാരിക്കണ കൊണ്ടോ ഭക്ഷണം കഴിക്കണോണ്ടോ ഒന്നുമില്ല. പിന്നെ കൂടുതൽ ഞങ്ങളെ പുസ്തകങ്ങളല്ലേ ഖുർആനൊക്കെ ഓതുമ്പോ നമുക്കൊരു ശ്വാസത്തിന് ഒരു കുറെ നേരം ഇരുന്നു അങ്ങനെ ആവുമ്പോ ഉണ്ടാവും, അല്ലാതെ ഉള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ബ്രീത്ത് എടുക്കുമ്പോ ബ്രീത്തൊക്കെ എടുക്കുമ്പോ അങ്ങനെ കുറെ നേരം ഇരുന്നിട്ട് ഇങ്ങനെ ഓതുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് കഴുത്തിന്റെ ഉള്ളിലേക്ക്, ഈ കഴുത്തുനിന്ന് നെഞ്ചിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതൊന്നും പറഞ്ഞില്ല. ഇല്ല. അന്ന് മോഹൻദാസ് ഇപ്പൊ കുറച്ചു മുന്നെയാണ് മോഹൻദാസ് എന്താണ് പറഞ്ഞ ഡോക്ടർ ആയിരുന്നു, അമലയിലുണ്ടായിരുന്നു. അമലയില് അപ്പൊ അന്ന് തൈറോവൽ എന്നിട്ടുള്ള ഗുളികയാണ് തന്നിരുന്നത്. ഇപ്പൊ കഴിക്കാറില്ല. എനിക്ക് 2 കാലില്ല, വെപ്പുകാല് വെച്ചിട്ടാ നടക്കുക. അവിടുന്ന് തന്നെ വിൽസൺ ഐപ്പാണ് ഓപ്പറേഷൻ ചെയ്തുള്ളത്, അമലയിൽ തന്നെ. നമുക്ക് സ്കാൻ റിപ്പോർട്ട് അങ്ങനെയൊന്നും കാണാത്ത കാരണം എനിക്ക് തൈറോയിഡിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പൊ ഡോക്ടർ വന്ന് കണ്ടാ മതി. അവിടെ ഇപ്പൊ അമലയില് ഏത് ഡോക്ടറാണ് തൈറോയിഡിന്റെ? സർജറിയിലെ ഡോക്ടർമാരല്ലേ, സർജന്മാരെ കാണുന്നതായിരിക്കും പറ്റും. പിന്നെ ആ സ്കാൻ റിപ്പോർട്ടും അതൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാണാണ്ട് നമുക്ക് കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയാൻ കഴിയില്ല. ഓക്കെ, താങ്ക് യു. ഹലോ 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 ഡോക്ടറെ, എന്റെ പേര് സാലിന്നാണ്. എനിക്ക് ചെറിയ തലകറക്കമുണ്ട്. രാവിലെ കിടന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കിടന്നിട്ട് എണീക്കുമ്പോ തല ഇങ്ങനെ ചുറ്റി പെട്ടെന്ന് എനിക്ക് എണീക്കാൻ പറ്റില്ല. ഒരാള് വേണം എണീപ്പിച്ചിരുത്തണെങ്കില്. അപ്പൊ അവര് എണീപ്പിച്ച് ഇരുത്താൻ വേണ്ടി വരുമ്പോൾ എനിക്ക് തല ഇങ്ങനെ ചുറ്റി, ഞാൻ വീണ്ടും അവിടെ തന്നെ കിടക്കും. ഇപ്പൊ കുറെ ഒരു 2-3 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിച്ച് മാറി വീണ്ടും അത് തുടങ്ങി. അതെന്താ അങ്ങനെ വരുന്നത്? തലചുറ്റല് കടന്ന് എണീക്കുമ്പോ മാത്രമാണോ ഉള്ളത്, അതോ അല്ലാണ്ട് നമ്മള് അല്ലാണ്ട് എണീറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ചു നേരമൊക്കെ ഉണ്ടാവും, ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മള് തലയൊന്നിങ്ങനെ ചെരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചെരിഞ്ഞ് താഴോട്ടേക്ക് നോക്കുമ്പോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവുന്നുണ്ടോ തല കറക്കം? അങ്ങനെയൊക്കെ ഉണ്ട്. കിടക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയാൻ പറ്റില്ല. കിടന്ന് അങ്ങോട്ട് തിരിയുമ്പോൾ കട്ടിൽ മൊത്തം മറന്ന് വീണോന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മള് ചെവിന്റെ ബാലൻസിന്റെ ടെസ്റ്റുകളൊന്ന് ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ? ഇങ്ങനത്തെ പ്രശ്നം പറയുന്ന ബാലൻസിന്റെ കുഴപ്പം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പൊ മരുന്ന് കഴിച്ച് മാറിയെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അത്. അപ്പൊ ഒന്നുകൂടെ ചിലപ്പോ മരുന്ന് കഴിക്കേണ്ടി വരും. ഈ ചെവിന്റെ ചെവിന്റെ ഉള്ളില് നമുക്കൊരു എന്താ ബാലൻസിന് കറക്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്, സെമി സർക്കുലർ കനാൽ എന്നൊക്കെ പറയും. അതിന്റെ ഉള്ളിലുള്ള ഒരു ഫ്ലൂയിഡിന്റെയും ഇതിന്റെയൊക്കെ വ്യത്യാസങ്ങളിലും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബോണിനൊക്കെ എല്ലിനൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തലചുറ്റൽ വേണം. പിന്നെ നമുക്ക് തലചുറ്റൽ എന്തുകൊണ്ടാണെന്ന് അറിയണം, BP എങ്ങനെയാണ് അതൊക്കെ നോക്കണം. നോക്കിയാലേ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. കട്ടിൽ നിന്ന് എണീക്കുമ്പോ ഒറ്റയടിക്ക് എണീക്കാണ്ട് ഒന്ന് ചെരിഞ്ഞിട്ട് മെല്ലെ കൈ കുത്തി എഴുന്നേക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, ഇങ്ങനത്തെ പ്രശ്നം ഉള്ളതുകൊണ്ട്. കൈ കുത്തി എണീക്കാൻ പറ്റില്ല, ഒരാള് വന്ന് കയ്യെ പിടിച്ച് വലിയിരുത്തണം. അങ്ങനെയാണെങ്കിലും ചെരിയാൻ പറ്റില്ലേ? ചെരിഞ്ഞിങ്ങനെ മെല്ലെ ചെരിഞ്ഞു കിടക്കാൻ പറ്റില്ലേ? ചെരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ആളെ എണീപ്പിക്കുമ്പോ നേരെ എണീപ്പിക്കാണ്ട് ഒന്ന് ചെരിഞ്ഞിട്ട് മെല്ലെ എണീപ്പിക്കാൻ പറയാം. അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ കയറ്റും കൊണ്ട് ഇങ്ങനെ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇച്ചിരി മാറ്റം വരുന്നുണ്ട്. പിന്നെ ചെവിന്റെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും ചെവിക്കാണെങ്കിൽ. പിന്നെ നമ്മൾ പറഞ്ഞത് തലക്കറക്കം പല കാരണങ്ങൾ കൊണ്ടും വരാം, രക്തക്കുറവ് കൊണ്ടൊക്കെ വരാം. അതൊക്കെ നോക്കേണ്ടി വരും. നോക്കിയിട്ടുണ്ടോ? രക്തക്കുറവുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇപ്പൊ അങ്ങനെയൊന്നും നോക്കിയില്ല. കൊറേ ആയിന്ന്. ഒരാള് വേണം എല്ലാത്തിനും കൊണ്ടുപോകാനൊക്കെ ആയതുകൊണ്ടേ. ഷുഗറും പ്രഷറൊക്കെ നോക്കിയപ്പോ അതൊക്കെ നോർമലാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കേണ്ടി വരും, രക്തക്കുറവുണ്ടോ അങ്ങനത്തെ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ. ഓക്കെ, താങ്ക് യു ഡോക്ടറെ. ശരി. ഈ മസിലിന്റെ വയറിന്റെ അവിടുത്തെ മസിൽ കയറി പിടിക്കണതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ?
എന്ത് ചെയ്യുമ്പോഴാ മസിൽ കയറുന്നേ? അത് കിടക്കുമ്പോഴേ കൊളുത്തി അങ്ങ് പിടിക്കുവോ? കയറി പിടിച്ച വേദന, നല്ല വേദന ഉണ്ടാവും. വെള്ളമൊക്കെ നന്നായി കുടിക്കാറുണ്ടോ? വെള്ളം നന്നായിട്ട് എത്ര ലിറ്റർ വെള്ളം കുടിക്കും ഒരു ദിവസം? ഒരു 3 ലിറ്ററിന്റെ മീതൊക്കെ ഉണ്ടാവും. അങ്ങനെ വെള്ളം അത്യാവശ്യം കുടിക്കുന്നുണ്ട് അല്ലെ? ഗ്യാസിന്റെ പ്രശ്നം അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഗ്യാസിന്റെ ഉണ്ട്, അത് കാര്യമായിട്ട് ഉണ്ടാവലില്ല. അല്ല, അങ്ങനെ ഉണ്ടാവും. മസിലില് നമ്മള് മരുന്നായിട്ടാണ് പറയുന്നത്, മസിൽ റിലാക്സന്റോ അല്ലെങ്കിൽ മറ്റ് വിറ്റമിൻ ഇ ഒക്കെ കഴിക്കുക, അല്ലെങ്കിൽ മെഗ്നീഷ്യം കുറവൊക്കെ കാരണം ശരീരത്തിൽ മെഗ്നീഷ്യം കുറവുണ്ടെങ്കിലും മസിൽ ഇങ്ങനെ കൊളുത്തി പിടിക്കാം. അത് നോക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്ന് എടുക്കേണ്ടി വരും. ഡോക്ടറെ കാണുന്നത് വരുമല്ലേ? ഡോക്ടറെ, ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെയിലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ മുഖം അങ്ങോട്ട് കരുവാളിക്കാണ്. അത് നമ്മുടെ ബ്ലഡിന്റെ കുഴപ്പം കൊണ്ടാണോ അതങ്ങനെ വന്നത്? എന്ത് വെയിലത്ത് ഇറങ്ങുമ്പോ കരിവാളിക്കുന്നതോ? അത് ഇടയ്ക്കാണ് വെയിലത്ത് ഇറങ്ങുന്നത്. പക്ഷെ വെയിലത്ത് ഇറങ്ങിയ ഉടനെ മുഖമൊക്കെ അങ്ങോട്ട് കരുവാളിച്ച് നിറം ഭയങ്കരമായിട്ട് അങ്ങോട്ട് കറുത്തോണാവും മുഖം. പ്രത്യേകിച്ച് മരുന്ന് അങ്ങനെയൊന്നും കഴിക്കുന്ന ആളല്ലല്ലോ? ഇല്ല. അങ്ങനത്തെ ബ്ലഡിന്റെ പ്രശ്നം കൊണ്ടൊന്നും ആവില്ല വെയിലത്ത് ഇറങ്ങുമ്പോ കരിവാളിക്കുന്നത്. പിന്നെ തൈറോയിഡ് ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഹോമിയോ ആണ് കഴിക്കുന്നത്. അപ്പൊ ഈ തൈറോയിഡ് നോർമൽ ആവുമ്പോ ഹോമിയോ ഗുളിക ഡോക്ടർ പറഞ്ഞ് നിർത്താറുണ്ട് ഞാൻ. തൈറോയിഡില് ഇങ്ങനെ സ്കിന്നില് തൈറോയിഡിന്റെ അസുഖങ്ങളില് സ്കിന്നിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. ചിലപ്പോ ആ ഒരു അസുഖം ഉണ്ടായോണ്ട് അതിന്റെ ഭാഗമായിട്ട് വരുന്നതും ആവാം. ഓക്കെ. മാഡം, തൈറോയിഡ് ഉള്ളവർക്ക് ഈ കൈയിന്റെ വിരലിന്റെ അവിടെ തഴമ്പുകൾ വരുമോ? തഴമ്പുകളോ? തൈറോയിഡ് വിചാരിച്ച തഴമ്പ് വരുമൊന്നുമില്ല. തൈറോയിഡിന്റെ ഒരു ടൈപ്പ് തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. അതിൽ ഒരു ഹൈപ്പോ തൈറോയിഡിസത്തില് സ്കിന്നുകൾ നമ്മളുടെ തൊലിക്കൊക്കെ കട്ടി കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ഇപ്പൊ ഇവര് പറഞ്ഞ മാതിരി വെയിലത്ത് ഇറങ്ങുമ്പോ പെട്ടെന്ന് കരുവാളിക്കൊക്കെ തഴമ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, തിരക്കിന്റെ ഇടയിൽ ഇത്രയും സമയം വളരെ നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് വേണ്ടി എടുത്തു. വേനൽക്കാല രോഗങ്ങളെ പറ്റിയും അതിന് നമ്മളെടുക്കേണ്ട മുൻകരുതലുകളെ പറ്റിയും എല്ലാവരും സംശയങ്ങളൊക്കെ ചോദിച്ചു. അതിനൊക്കെ നല്ല കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ഡോക്ടർ തന്നു. എല്ലാവർക്കും സന്തോഷമായെന്ന് കരുതുന്നു. തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റി വെച്ച ഡോക്ടർക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെയും എന്റെ പേരിൽ ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന്, ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ അവസരം തന്നതിന് എനിക്ക് വ്യക്തിപരമായ പേരിൽ നന്ദി പറയും. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഇന്ന് നമ്മുടെ 287ാമത് സ്നേഹസംഗമത്തിൽ നന്ദി പറയുന്നതിന് വേണ്ടി കുമാരി സോഫിമുത്ത് തിരുവല്ലയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന 187ാമത് സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന ഏവർക്കും നന്ദി അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കളമ്പാട്ടുപറമ്പിൽ CMI അച്ഛന് ദർശന ക്ലബിന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയ പാലക്കാട് ആരാധനാമഠം പ്രോവിൻസ് റവറൻസ് സിസ്റ്റർ റോസി ABS സിസ്റ്ററിനും ദർശന ക്ലബിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന അമല മെഡിക്കൽ കോളേജ് തൃശൂർ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ ദിവ്യ P. പ്രദീപ് മാമിന് ദർശന ക്ലബിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു.
ആശംസ പറയാൻ എത്തിച്ചേർന്ന കൊരട്ടി ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് മെമ്പർ ശ്രീ ചാക്കപ്പൻ വെളിയത്ത് സാറിന് ദർശന ക്ലബിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. ദർശന സർവീസ് സൊസൈറ്റി PRO ശ്രീ പിയൂസ് കോട്ടപ്പുറത്തിന് ദർശന ക്ലബിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമം ഭംഗിയായി അവതരണം ചെയ്ത കുമാരി സിബി വർഗീസിനും പ്രാർത്ഥനാഗാനം ആലപിച്ച കുമാരി സക്കീന കോഴിക്കോടിനും സ്വാഗതം ആശംസിച്ച കുമാരി സിമിൽ സെബാസ്റ്റ്യനും റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ ജോസേട്ടനും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും എൻ്റെ സ്വന്തം പേരിലും ഗ്രൂപ്പിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്ത സ്നേഹസംഗമത്തിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ സോഫിമുത്ത് തിരുവല്ല. നന്ദി അറിയിച്ച സോഫി ചേച്ചിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.